ആംബുലൻസിന്റെ വഴിമുടക്കി കാറിന്റെ യാത്ര. കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ ആർടിഒയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കാർ യാത്രികൻ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. KL 48K 9888 നമ്പർ ഹുണ്ടായി കാറാണ് ആംബുലൻസിന്റെ വഴിമുടക്കിയത്. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെ കാർ സൈഡ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റു വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടെ രണ്ട് വണ്ടിക്കാർ ഇടുക്കി നിർത്താൻ തുടങ്ങിയത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ട് നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോ അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൊടുവള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലാണ് വാഹനമെന്ന് RTO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ ഡെയ്സൺ ഡിസൂസയുടെ പരാതിയിൽ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും RTO അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്.